ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു അടിപൊളി ആയിട്ടാണ്. പഴം വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു അടിപൊളി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നേരെ റെസിപ്പിയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ് റെഡിയാക്കി വെക്കുക. എന്നാലത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വളരെ കുറഞ്ഞ അളവിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലോട്ട് 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നിങ്ങൾ എടുക്കുന്ന പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഇതിലൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ചൂടാവുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് ഏലക്ക ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ ചേർത്തിട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ അണ്ടിപ്പരിപ്പ് ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബദാം വേണമെങ്കിൽ ബദാമൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി മുന്തിരി വേണമെങ്കിൽ മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇത്രയും ഐറ്റംസ് മാത്രം മതി നമുക്ക് ഈ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഒരുപാട് അങ്ങ് മുരിയുന്നത് വരെ ഒന്നും ഫ്രൈ ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത്രയും ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മസാല റെഡിയായി. ഇനി നമുക്ക് ഇതൊരു ഭാഗത്തോട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് പഴമാണ്. ഞാനിവിടെ തൊലിയുടെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ 2 നല്ല പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും നല്ലത് നല്ല പഴുത്ത പഴം എടുക്കുന്നതാണ്. നല്ല മധുരവും ഉണ്ടാവും. പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ചിട്ടെടുക്കാനൊക്കെ പറ്റും. ഇനിയിപ്പോൾ കുറച്ച് പഴുത്ത പഴമായാലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെ നോക്കിയെടുക്കുക. ഇനി 2 പഴവും നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇതിലോട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പഞ്ചസാര എത്രയൊക്കെ ചേർത്താലേ ഇത് ഉണ്ടാക്കി വരുന്ന സമയത്ത് കുറച്ചെങ്കിലും മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പഞ്ചസാര എന്തായാലും ചേർക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഏലക്കയാണ്. ഏലക്ക ഞാൻ ഒരു 4 എടുത്തിട്ടുണ്ട്. അത് ഇതിലുകൊണ്ട് അരഞ്ഞ് വന്നോളൂ കേട്ടോ നമ്മൾ ഇത് അരച്ചിട്ടെടുക്കുമ്പോൾ. ഇനി ഇതിലോട്ട് വേണ്ടത് ഒരു നുള്ള് ഉപ്പും കൂടെയാണ്. അതും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചിട്ടെടുക്കുക. ശരിക്കും ഞാൻ അതിൽ വെള്ളം ഒഴിച്ച സമയത്ത് കുറച്ച് ഓവറായിട്ട് പോയി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒഴിക്കുന്ന സമയത്ത് ഒരു 1/4 കപ്പിലും കുറവായിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരച്ചും കൂടെ എടുത്തപ്പോൾ നന്നായിട്ട് ലൂസായി കേട്ടോ. അപ്പോൾ ഇത്ര ലൂസിൽ അരച്ചെടുക്കണ്ട, കുറച്ച് തിക്കായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അരിപ്പൊടി ഇതിലോട്ട് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കുക. എനിക്ക് ഇതിനൊരു കപ്പോളം അരിപ്പൊടിയുടെ ആവശ്യം വന്നിട്ടോ, വെള്ളം കൂടിപ്പോയതുകൊണ്ട്. അപ്പോൾ വെള്ളം കുറച്ച് ചേർക്കുക, എന്നിട്ട് അരച്ചെടുക്കുക. അങ്ങനെയാകുമ്പോൾ കുറച്ച് അരിപ്പൊടി മതി. അരിപ്പൊടി കൂടുതലായിട്ട് പോകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറും കേട്ടോ. അപ്പോൾ കുറച്ച് കുറച്ച് അരിപ്പൊടി ഇട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് ആക്കിയെടുക്കുക. എല്ലാം കൂടെ ഒന്ന് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഇതുപോലെ തന്നെ ആക്കിയെടുക്കണം. അപ്പോൾ വെള്ളം കൂടി പോവാണ്ട് നോക്കുക. വെള്ളം കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് അരിപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഓവറായിട്ട് ഒരു ഹാർഡായിട്ടുള്ളൊരു കടിയായിട്ടാണ് കേട്ടോ കിട്ടുക, ആവിയിൽ വേവിച്ചെടുക്കുന്നതായതുകൊണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇതുപോലെ ഓരോ ബോളുകളാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയിട്ടെടുക്കുക. എന്നിട്ട് അതിനുള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാവുന്നതാണ്. 1-1.5 ടീസ്പൂണോ വരെ ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ബോളാക്കി എടുക്കുന്ന സമയത്ത് ഒരുപാട് കട്ടിയിലും അല്ല, എന്നാൽ ഒരുപാട് കനം കുറഞ്ഞിട്ടും അല്ല, അങ്ങനെ ചെയ്തിട്ടെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ആവി കയറ്റുന്ന സമയത്ത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ അങ്ങ് ഫുള്ളായിട്ടൊന്ന് ബോൾ പോലെ തന്നെ വീണ്ടും ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് പിന്നെ ഇഷ്ടമുള്ളൊരു ഷേപ്പിലാക്കി എടുക്കുക. ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പിലാണ് ഞാനിവിടെ ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കുക.
ഏതെങ്കിലും ഒരു പാത്രത്തിൽ ആവി കയറ്റിയെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം ഞാൻ ആ ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ ആ ഒരു കുഴിയിൽ കണക്കാക്കി വെക്കാൻ പാകത്തിന് അങ്ങനെ ചെയ്തിട്ടെടുക്കുകയാണ്. അപ്പോൾ എല്ലാം നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് കറുത്ത തൊലിയുള്ള പഴം കുട്ടികളൊന്നും അങ്ങനെ കഴിക്കില്ലല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. നമ്മൾ നെയ്യുമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇനി എല്ലാം നമുക്ക് അതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി കുറേ ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്തിട്ടെടുക്കുക. ഉന്നക്കായുടെ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ആക്കി കൊടുക്കാം കേട്ടോ. നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇത് ആവി കയറ്റി കഴിയുന്ന സമയത്ത് നല്ലൊരു കളറും ഇതിന് കിട്ടും കേട്ടോ. ഒരു യെല്ലോ കളർ കിട്ടുന്നതാണ്. ഇത് മൊത്തത്തിൽ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഡെക്കറേറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന് മുകളിലായിട്ട് ഈത്തപ്പഴം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുന്തിരി ഉണ്ടല്ലോ, കറുത്ത മുന്തിരി, അത് വെച്ച് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറി വെച്ച് കൊടുക്കുക, ബദാമോ കാര്യങ്ങൾ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. ഇനി ഒന്നുമില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കാണാൻ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തതാണ്. അപ്പോൾ മുന്തിരി ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് ആവി കയറ്റി എടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഇതിലിങ്ങനെ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടിപ്പിടിക്കൊന്നുമില്ല, എന്നാലും നല്ലൊരു ഫ്ലേവറിനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോന്നും എടുത്തിട്ട് നമുക്കിതിനകത്തോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയായിട്ട് കിട്ടും. വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റം കേട്ടോ. ഒരിക്കലെങ്കിലും പഴം വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്ക്. അങ്ങനെ ഞാനിവിടെ രണ്ടിലും ഇതുപോലെ അങ്ങ് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കറക്റ്റ് 9 എണ്ണമാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടെടുത്തിട്ടുള്ളത്. ആ ഒരു പൊടി വെച്ചിട്ട് ഓവർ കട്ടിയിലും അല്ല എന്നാൽ പറ്റ കനം കുറഞ്ഞിട്ടും അല്ല, ആ ഒരു കണക്കിനാണ് ഞാൻ ചെയ്തിട്ടെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ആവി കയറ്റണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യമൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ ഒറ്റ പ്രാവശ്യമായിട്ടാണ് ചെയ്തിട്ടെടുക്കുന്നത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. കറക്റ്റ് ഒരു 20 മിനിറ്റാണ് ഇതിനൊരു കുക്കിംഗ് സമയം എന്ന് പറയുന്നത്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ 20 മിനിറ്റ് ആയ സമയത്തൊന്ന് തുറന്ന് നോക്കി ഓഫ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കണ്ടില്ലേ, നല്ലൊരു കളറും ഒക്കെ മാറി നല്ലൊരു അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പൊട്ടിയൊന്നും പോയിട്ടില്ല, കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ ഇതാ ഇവിടെ തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇതങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കതിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ്. കണ്ടില്ലേ, കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അരിപ്പൊടി കൂടാണ്ട് നിങ്ങൾ പഴം വെച്ചിട്ട് തന്നെ അങ്ങ് ചെയ്തിട്ടെടുക്കുക. അരിപ്പൊടി കൂടിക്കഴിയുമ്പോൾ ടേസ്റ്റ് കുറച്ച് കുറയും കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ബൈ ബൈ.